അത് ശരി, ട്യൂണിംഗ് ആണല്ലേ? ഏത് ബാൻഡിലെത്തി? സ്വർഗത്തിലെ പുളിയറുമ്പാതെ പോടെ. ഓ, ഞാൻ പോയേക്കാം. ആ പിന്നെ അളിയന് ഈ ടി വിയിൽ കാത് കേൾക്കാത്തവർക്ക് വേണ്ടി ആംഗ്യ ഭാഷകളിൽ ന്യൂസ് ഉണ്ടല്ലോ, ന്യൂസ് ഫോർ ദി ഹിയറിംഗ് ഇമ്പയർ. ആ ജോലിക്ക് ശ്രമിക്കാം, നല്ല സ്കോപ്പ് ഉണ്ട്. പാവങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ, ഒന്ന് പോടെ. ഓ, വിശ്വസിച്ച് വീട്ടിൽ കയറ്റാൻ കൊള്ളാം. പാരകളുടെ നഗരം, തൊട്ടിപ്പാരകളുടെ നരകം. മുന്നോട്ടല്ലേ അവള് കയ്യും കാലും കാട്ടി ഒരു വശീകരണം. ഈ റസാക്കിന്റെ അതുപോലെ നടക്കുവോ? എടാ, നിന്റെ ഈ വേലായുധന്റെ അടുത്ത് വേണ്ട. പല പ്രാവശ്യം നിങ്ങൾക്ക് മൂന്നുപേർക്ക് ലാസ്റ്റ് വാണിംഗ് തന്നിട്ടുള്ളതാണ്. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി, ലേഡീസ് ആർ ഡർട്ടി. മഹേന്ദ്ര, ഞാനത് ബാലൻസ് ചെയ്യാൻ. നോ മോർ എക്സ്പ്ലനേഷൻ. കേണൽ സാബിന് ഞാൻ ഈ വിവരം റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ എന്റെ പേര് മഹേന്ദ്രൻ എന്നല്ല. വെറുതെ എന്തിനാ മഹേന്ദ്രൻ അവനെ ശല്യം ചെയ്യുന്നത്? ഓഹോ, അപ്പൊ നീയും കൂടെ അറിഞ്ഞുകൊണ്ടാണല്ലേ? ആ നന്ദനയുടെ കൂട്ടുകാരുടെ പുറകെ നീയും ചുറ്റുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനോ? ആദിശങ്കരനാണെങ്കിൽ വേറെ ലൈൻ. എല്ലാവരും ഞാനിവിടെ നിന്ന് കെട്ടിക്കെട്ടിക്കുന്നുണ്ട്. നോക്കിക്കോ, അവന്റെ അവനെയൊക്കെ ഏത് നേരത്ത്. എടാ പുന്നൂസേ, ഈ 8 അടി വീരം ചെന്ന് ആ കേണലിന്റെ അടുത്ത് അങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ നമ്മുടെ ഗതി അതോ ഗതി. അതല്ല ജോലി. ജോലി അത് പിന്നെ നിനക്ക് വേറെയും വൃത്തിയായിട്ട ജോലികൾ ഒരുപാട് അറിയാവുന്നുണ്ട്. ഒരു പ്രശ്നം വരില്ല. തമാശകളാ. നീ ഒരു വഴി പറ. ഒരു വഴിയുണ്ട്. അതായത് പെണ്ണ് തന്നെ അപ്പനും അറിയണം. ഇവളുടെ അപ്പനോ? നന്നായിരിക്കും. അയാൾ അറിഞ്ഞ ആകെ ചളം. അയ്യോ അതല്ലടാ, ഈ ലവിന്റെ ടെൻഷൻ എന്താണെന്ന് ഈ അണ്ട മഹേന്ദ്രനെ നമുക്കറിയിക്കണം. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. എന്താ? ഇവന്റെ ഒക്കെ ഒരു കാര്യം ഇങ്ങനെ ഉണ്ടാ മനുഷ്യന്മാര്. ഏത് നേരം നോക്കിയാലും ഇവനൊക്കെ ഇതേ പറയാനുള്ളൂ അല്ലേ? ആരുടെ കാര്യം പറയുന്നത്? ഞങ്ങളുടെ കൂട്ടത്തിലാ തടിയൻ. മഹേന്ദ്രൻ. രേണുവയ്ക്ക് അറിയില്ലേ? ആ അറിയാം. അവനൊരു ദുർഘട സന്ധിയിലാണ്. അതെന്താ? അതായത് എന്താണെന്ന് ചോദിച്ചാ അതാണ് പെൺകുട്ടി എന്ന് പറഞ്ഞ രേണുകയെ പോലെ ഇരിക്കണം. എന്തൊരു അടക്കോ ഒതുക്കമാണ്. ശാലീന സുന്ദരിയാണ്. പിന്നെ കണ്ണുകളെ കുറിച്ച് എന്താണ് പറഞ്ഞത്? നീലലോചന മിഴികളാണ്, തത്തച്ചുണ്ടു പോലുള്ള മൂക്കാണ്, പിന്നെ ചെന്തൊണ്ടി പഴം പോലുള്ള ചുണ്ടാണ്, അങ്ങനെ അങ്ങനെ പലതും. ഇതൊക്കെ റസിയെ കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടോ, അവൻ പറയുന്നതാണ് കേട്ടോ. ചുരുക്കി പറഞ്ഞ ഈ രേണുക പുരാണം കേട്ട് ഞങ്ങൾ മടുത്തു. അവനാണെങ്കിൽ ഒരു പക്ക സ്ത്രീ വിദ്വേഷി. ഒരൊറ്റ പെണ്ണിന്റെ മുഖത്തോലി ഇതുവരെ നോക്കിയിട്ടില്ല. പിന്നെ എന്താ അവൻ ഇങ്ങനെയൊക്കെ ആകാൻ കാരണം? അല്ല, എന്താ രേണുക ഇതിന് കാരണം? എനിക്കറിയില്ല, പോയി ചോദിക്ക്. അവന്റെ ശരീര പ്രകൃതി വെച്ച് എങ്ങനെ പോയി നേരിട്ട് ചോദിക്കും? പോയി ചോദിക്കല്ലേ? അണ്ണാ, ആ ഡംബൽസ് എവിടെ? എന്തിനാ? അണ്ണൻ പേടിക്കണ്ട, അട വയ്ക്കാനൊന്നുമല്ല, ഒരാവശ്യമുണ്ട്. പണ്ടാ കേണൽ കിടന്ന് തന്തൂരിച്ച് കേലിയെ എന്ന് പറഞ്ഞപ്പോ കേട്ടില്ല. ഇപ്പൊ മനസ്സിലായില്ലേ തന്തൂരിച്ച് കേലിയുണ്ടല്ലോ ഗുണം? എന്താ കാര്യം? മഹേന്ദ്ര, കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞ്. എന്തോന്ന് അറിഞ്ഞെന്ന്? എടാ കള്ള സന്യാസി, നിന്റെ സകല കള്ളത്തരങ്ങൾ ഞങ്ങൾ അറിഞ്ഞു. ഇതൊക്കെ പബ്ലിക് ആക്കുന്ന മോശമാണ്. ഇവൻ എന്തോന്നോ റിപ്പോർട്ട് ചെയ്യുന്നോ നമ്മളെ കെട്ടുകെട്ടിക്കുന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. ചേട്ടി എന്നിട്ട് വേണം നമ്മുടെ സപ്പോർട്ടോട് കൂടി ഇയാൾക്കെതിരെ കേണലിന് റിപ്പോർട്ട് അയക്കാൻ. വളച്ചു കിട്ടാതെ കാര്യം പറയണം. അത് ശരി, ഒന്നും അറിഞ്ഞൂടല്ലേ? അണ്ണനെ കുറിച്ച് രേണുക പറയുക. ഏത് രേണുക? അയ്യോ, അവൻ ഈ ആർപിസി വർക്ക് ചെയ്യുന്ന ക്ലാർക്ക് രേണുക അറിഞ്ഞൂടാ, പാവം. അവള് നമ്മൾ രണ്ടുപേരും നിൽക്കുമ്പോലെ മറ്റേ കാര്യം പറഞ്ഞത്. നടക്കടാ. എന്തോന്ന് പറഞ്ഞു? ഒരുമാതിരി പട്ടുകോട്ടയ്ക്കുള്ള വഴി ചോദിക്കുമ്പോ കൊട്ടപ്പാക്കിന് വില പറയുന്ന ഏർപ്പാട് ഞങ്ങളോട് വേണ്ട.
ഒരൊറ്റ വീക്ക് അതിന്റെ വെച്ചാൽ ആവശ്യം ഇപ്പൊ ഇല്ല. കാര്യം മനസ്സിലായില്ലെങ്കിൽ ഞാൻ തുറന്നു പറയാം. നമ്മുടെ രേണുക ഉണ്ടല്ലോ, ആ കുട്ടിക്ക് നാമം ജപിക്കുന്ന പോലെ മഹേന്ദ്രൻ 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 എന്ന് പറയാനേ സമയമുള്ളൂ. ആണുങ്ങളായാൽ മഹേന്ദ്രന്റെ തൊട്ട് സൗന്ദര്യമുള്ളവരായിരിക്കണം, മഹേന്ദ്രന്റെ തൊട്ട് പൊക്കമുള്ളവരായിരിക്കണം, മഹേന്ദ്രന്റെ തൊട്ട് ആചാന ബാഹുവായിരിക്കണം, മഹേന്ദ്രന്റെ അയ്യേ, അണ്ണനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ ആ രേണുകയുടെ കണ്ണി ഞങ്ങളൊക്കെ വെറും ഞാഞ്ഞൂലുകള്. അല്ല മഹേന്ദ്രനാ, ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? അയ്യേ, അതിനെന്തെങ്കിലുമൊക്കെ കാരണം കാണും. നമ്മൾ അന്വേഷിക്കുന്നത് ശരിയല്ല. നീ വാ പോവാം. ആണല്ലേ? എന്റെ അണ്ണ ഒന്ന് വാ. എന്താ വാ. കണ്ടോ കണ്ടോ, ഞങ്ങൾ ഇത് വന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ വിശ്വസിക്കായിരുന്നോ? നിനക്കൊന്നും വേറെ യാതൊരു പണിയില്ലല്ലേ? ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസരം വീണ് കിട്ടൂ. കണ്ടാസ്വദിക്ക്. അയ്യേ, അളിയനിത് തീരെ പിടിച്ചില്ല. നമ്മളിങ്ങനെ ഒളിച്ചെന്ന് കാണുന്നത് മോശം. കുറച്ചുകൂടെ അടുത്ത് പോയി നോക്കാം. ഹലോ. അല്ല, ഈ പെണ്ണുങ്ങളുടെ അടുത്ത് തൊട്ടുകൂടായ്മയും മിണ്ടിക്കൂടായ്മയും നമ്മുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ പൊന്നൂസേ? അതെ അതെ, മനസ്സിലായി. നീ വെറുതെ അനാവശ്യം പറയരുത്. അണ്ണൻ ആ പെങ്കൊച്ചിന് ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കായിരുന്നു. എവന്റെ ആ പഴയ ആപ്തവാക്യ ഓർമ്മയുണ്ടല്ലോ, ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി, ലേഡീസ് ആർ ഡർട്ടി. അയ്യോ, അണ്ണനത് മാറ്റിയാ? ലേഡീസ് ആർ സ്വീറ്റി എന്നാക്കി. അല്ല പൊന്നൂസേ, അത് ഞാൻ പിന്നെ വെറുതെ വിഷമിക്കണ്ട, ഞങ്ങൾ ഇതാരും റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. യു ക്യാരി ഓൺ. അങ്ങനെ മഹേന്ദ്രനും പടപ്പോഴിയായി. അല്ല പൊന്നൂസേ, ഇങ്ങനെ ഓരോരുത്തരെ കൂട്ടിമുട്ടിക്കാനും കൂട്ടി യോജിപ്പിക്കാനും നീയുണ്ട്. നിന്റെ കാര്യം മാത്രം കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇങ്ങനെ നിന്നാ അതോർത്ത് അളിയൻ വലിയ ബലം കൊടുക്കണ്ട. തേങ്ങ കയ്യാലപ്പുറത്തുണ്ടെങ്കിൽ അത് പൊന്നൂസിന്റെ കൈ തന്നെ വരും. നോക്കിക്കോ. അങ്ങനെ അവര് പറഞ്ഞു. അവന്മാർക്ക് ഈ തമാശ ഞാനാ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. കേണൽ സാബ് വരുന്നു, രേണുക വെക്കും. മഹേന്ദ്ര, വാട്ട് ഈസ് ദിസ്? ലുക്ക് അറ്റ് മീ. ഐ വിൽ ഷൂട്ട് യു. നിന്റെയൊക്കെ ജാഗ്രത എത്രത്തോളം ഉണ്ടെന്നറിയാൻ ഞാനൊരു മിന്നൽ സന്ദർശനം നടത്തിയതാണ്. സാബ്, അത് ഷൂട്ട് മത് ബോൾ. എനിക്കെല്ലാം മനസ്സിലായി. ഡ്യൂട്ടി മറന്നുകൊണ്ടുള്ള ശൃംഗാരം. എന്റെ ട്രെയിനിങ് സ്കൂളിൽ പ്രേമത്തിനും കാമത്തിനുള്ള ഒരു കോച്ചിങ്ങും ഞാൻ നിനക്ക് തന്നിട്ടില്ലല്ലോ. പിന്നെ നീ എന്തിനിങ്ങനെ ചെയ്തു? എനിക്ക് കുറെ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു നിന്നെ കുറിച്ച്. സെക്യൂരിറ്റി പ്രസ്ഥാനത്തിന് വേണ്ടി മൈ ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് ബ്ലഡ് വീണ് കഴിഞ്ഞാൽ എന്റെ പിൻഗാമിയായി ഞാൻ കണ്ടിരുന്നത് നിന്നെയായിരുന്നു. നീയാണോ മഹേന്ദ്ര? ഓ, എന്റെ കൈ. നിങ്ങളൊക്കെ ഉള്ളിടത്ത് പ്രശ്നങ്ങളല്ലാതെ മറ്റെന്താ ഉണ്ടാവാനുള്ളത്? അയ്യോ, കേണൽ സാബിനെ തെറ്റിദ്ധരിച്ചാണ്. ആ കുട്ടി എന്നോട് ചോദിച്ചു സാബിന്റെ സെക്യൂരിറ്റി കമ്പനിയിൽ ഒരു ജോലി മേടിച്ചു കൊടുക്കുമെന്നു. ഇനി അങ്ങനെ ചോദിച്ചു തന്നെ വെക്കാം. പക്ഷെ നീ ചിരിച്ച എന്തിനാണ്? അത് അയ്യോ കേണൽ സാബ്, ഇവര് പറയുന്നത് ഞങ്ങളും കേട്ടതാണ്. ഓഫീസിൽ ജോലി ചെയ്യുന്ന കുട്ടിയുടെ കൈകൾക്ക് ഒരു സ്റ്റെൻഗൺ താങ്ങാനുള്ള കരുത്തുണ്ടോ എന്ന് ചോദിക്കായിരുന്നു ഇങ്ങനെ, അല്ലേ? അതെ അതെ. അപ്പൊ ആ കുട്ടി പറയുക, ചെങ്കണ്ണല്ല ഒരു വലിയ പീരങ്കി തന്നാലും സസന്തോഷം സ്വീകരിച്ചുകൊള്ളാന്ന്. ഇത് തമാശ തന്നെയാണ്. ഞാനെന്നല്ല ആരാണ് പീരങ്കി പിടിക്കാനുള്ള പെണ്ണിന്റെ മോഹ. ഡ്യൂട്ടിക്കിടയിൽ ചിരിയും ചിരിക്കിടയിൽ ഡ്യൂട്ടിയും പാടില്ല എന്നാണ് എന്റെ ഫ്രണ്ട് ബ്രിഗേഡിയർ ശേഷനോട് പറഞ്ഞിട്ടുള്ളത്. ആ പോളിസിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. വെറുതെ പുളു അടിച്ച് സമയം കളയണ്ട. ഒരു 3 എണ്ണം അടിച്ച് ബോധം കിടാം. ഇയാൾ എപ്പോഴും പറ വെള്ളം തന്നെ. ഇയാള് വെള്ളം മാത്രമല്ല, ശുദ്ധ മണ്ടൻ കൂടിയാ. കണ്ടില്ലേ മഴയില്ലാത്ത സമയത്ത് മഴക്കൊട്ടിട്ട് ലാത്തുന്നത്. എന്ത് 1964 വാർ? ചുമ്മാ വെള്ളം അടിച്ചോണ്ട് തമാശ പറയാൻ എന്റെ കേണൽ സാറേ. കുറെ നാളായിട്ട് ഞങ്ങൾ ഇത് കേൾക്കുന്നു. 1964 വാറ് പോയിട്ട് ഒരു വള്ളി നടന്നിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ കാര്യത്തെ കുറിച്ച് കേരളം എന്ത് പറയുന്നു? എന്ത് കാര്യം? നാരകപ്പാറയിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സത്യപ്രതിജ്ഞയിൽ
പ്രൊഫസറോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും. അതായത് ഞങ്ങളുടെ മുമ്പിൽ കേണൽ സാഹിബ് അറ്റ് നിൽക്കണം. ഓക്കെ. പ്രൊഫസർ എവിടെ? അദ്ദേഹം ഉറങ്ങായിരിക്കും. ഞാൻ പോയി വിളിച്ചോ. ചുമ്മാ ഞാൻ കൂടെ കാണും എന്നൊരു ധൈര്യം കൊടുക്കാൻ. നാളെ രാവിലെ പോരെ? മതിയല്ലേ? ഇന്നല്ലാണ്ട് അത് ഉറങ്ങുന്നവർ ഉറങ്ങട്ടെ. അല്ലേ വേണ്ട, ഞാൻ പോയി വിളിച്ചോ. രാവിലെ പോയാൽ മതി. കേണൽ വരാന്ന് പറഞ്ഞല്ലോ, അത് മതി ഞങ്ങളുടെ ധൈര്യത്തിന്, അല്ലേ? അതാണ് എന്റെ ശരി. ഓക്കെ, നിങ്ങൾ ധൈര്യത്തോടെ പോയി കിടന്നുറങ്ങ. നാരകപ്പാറയിൽ എല്ലാവരുടെയും മുമ്പിൽ ഈ ഞാനുണ്ടാവും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മൈ ബോയ്സ്. ഗുഡ് നൈറ്റ്. നാരകപ്പാറയിൽ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ കാണണമെന്ന്. കാണും. മുമ്പിൽ പോയിട്ട് പിമ്പി പോലും എന്നെ കാണില്ല. പൊങ്ങാൻ അറിയാമെങ്കിൽ എനിക്ക് മുങ്ങാനും അറിയാം. മുങ്ങി കക്കു ജു കകു.